എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സാധനത്തിൽ മിക്സാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ വെച്ചാൽ ഗ്രേവിയാണ് കേട്ടോ, പാക്കറ്റ് ഗ്രേവിയും. ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഭവം എന്താ വെച്ചാൽ ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, മെഡിസിനാണ്, ടാബ്ലറ്റ് ഉണ്ടോ കൊടുക്കാൻ പോകുന്നത്. ഇത് എന്തിൻ്റെ ടാബ്ലറ്റാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ന്യൂട്രീഷൻ ടാബ്ലറ്റാണ്. നമ്മുടെ പപ്പൂസിന് വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ തന്നതാണ് കേട്ടോ. പപ്പൂസിന് ഡെലിവറി കഴിഞ്ഞിരിക്കുള്ളൂ. അപ്പോൾ അവരെ ക്യാറ്റിന് ഡെലിവറി കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ അവരുടെ ക്യാറ്റിന് മിയോടെ ക്യാറ്റ് ഫുഡ് വാങ്ങിച്ചതും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രേവിയും ഇപ്പോൾ അവർ തന്നത് തന്നെയാണ് കേട്ടോ. മെഡിസിനും പപ്പൂസും തമ്മിൽ വെളിച്ചെണ്ണ വെള്ളമെന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് കേട്ടോ. ഒരിക്കലും കൂടിച്ചേരിയില്ല. പപ്പൂസാണ് ഈ മെഡിസിൻ കണ്ടതിനെ കണ്ടം വഴി ഓടിക്കളി വേട്ടാം. ഞാനാണ് ഈ കാൽസ്യം സിറപ്പൊക്കെ കൊടുക്കുന്ന ഒരു കണക്കിനാണ് ഓടിക്കളി. സിറിഞ്ചിലേക്ക് മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ ഓടിക്കളി വേട്ടാം. അപ്പോൾ പപ്പൂസിനെ പറ്റിക്കാനാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഈ ഒരു ഗ്രേവി പാക്കറ്റിൻ്റെ പകുതിയോളം ഞാൻ അവൾക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്, അല്ലാതെ അവൾ തിന്നത്തൊന്നുമില്ല. അപ്പോൾ ഇവന്മാരൊക്കെ ഡിവാമിങ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഉഷാറായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ന്യൂട്രീഷൻ ടാബ്ലറ്റ് കൂടി കൊടുത്തതിന് ഒന്നുകൂടി ഉഷാറാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മെഡിസിൻ എടുത്തേക്കണം. അപ്പോൾ അതിന് നമ്മുടെ ബബുലൂട്ടന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബബുലൂട്ടനാണെങ്കിൽ ആദ്യം തന്നെ ഒന്നും മനസ്സിലായില്ല. 2G നെറ്റ് സ്പീഡ് പോലെ തന്നെയായിരുന്നു. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ ഒരു ഗ്രേവി പാക്കറ്റ് എടുത്തത്. അപ്പോൾ അവനാണ് വേഗം തന്നെ 5G നെറ്റ് സ്പീഡ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. എന്താ ബഹളം വരുന്ന കേട്ടോ, ഇങ്ങോട്ട് എടുക്കുമെന്നും പറഞ്ഞിട്ടും പാവങ്ങൾ കേട്ടോ. മുമ്പെന്ന് പറയുമ്പോൾ ബബുലൂട്ടനും പപ്പൂസിനും എനിക്ക് ആഴ്ചയിൽ എങ്ങനെയൊക്കെ നല്ല 2 പാക്കറ്റ് വെച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്കും അംഗസംഖ്യ കൂടിയേക്കണ കാരണം ഇതിൻ്റെയൊക്കെ വില താങ്ങാൻ പറ്റാത്ത കാരണം തന്നെ ഞങ്ങളാണെങ്കിൽ വല്ലപ്പോഴും വാങ്ങിച്ച് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര കൊതിയായി പോയി. അപ്പോൾ വേഗം തന്നെ ഞാൻ മെഡിസിനൊക്കെ ചാലിച്ച് കൊടുത്തു. ബബുലൂട്ടിന് ഈ ഒരു പരിപാടിയൊന്നും വേണ്ട കേട്ടോ. ആ ഒരു മെഡിസിൻ വെറുതെ വായിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, അവൻ കടിച്ച് തിന്നോളും. ഈ ഡിവാം മെഡിസിൻ ഉണ്ടല്ലോ, അതിവിടെ ആരും തന്നെ തിന്നൂല, എല്ലാവരും തുപ്പിക്കളയും കേട്ടോ. പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കിയിട്ട് ഞാൻ അതൊക്കെ തീറ്റിക്കുന്നത്. പക്ഷേ ബബുലൂട്ടിൻ്റെ വായിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി, അവൻ ചൂയിങ്കം ചവക്കണ പോലെ തന്നെ ചവച്ച് തിന്നോളൂ കേട്ടോ. ഒരു മെനക്കെട്ട പരിപാടിയില്ല കേട്ടോ അവനെ ഡിവാം ചെയ്യാനായിട്ടും. അപ്പോൾ ബബുലൂട്ടനാണെങ്കിൽ അത് കിട്ടിയോട് കൊതിയോട് തിന്നെയായിരുന്നു കേട്ടോ. പപ്പൂസാണെങ്കിൽ ഇവിടെ നോക്കി നിൽക്കണം. അല്ല, അവന് മാത്രമല്ല, എനിക്കില്ലേ, എനിക്കുള്ള സാധാരണ തരാറ് ഇതെന്താ ഇവനൊക്കെ കൊടുക്കണേന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ പപ്പൂസ് നക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു സമയത്താണ് ബാക്കിൽ കൂടെ ഒരാളുടെ എൻട്രി വന്നു കേട്ടോ. അല്ല, ഞാനറിയാതെ ഇവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നതും എനിക്ക് തരാതെ ഇവിടെ എന്തൊക്കെയാണ് കഴിക്കണേന്ന് പറഞ്ഞ് വന്നേക്കാണ് കേട്ടോ. വേറെ ആരുമില്ല, നമ്മുടെ മണിക്കുട്ടി തന്നെയാണ്. വന്ന പാടത്തന്നെ ബബുലൂടെ പാത്രത്തിൽ കയറി തലയിട്ടിട്ടും അതിനകത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഈ നക്കി തിന്നട്ടോ. ഇതാണ് ഇവളുമാരുടെയൊക്കെ പരിപാടി കേട്ടോ. അന്നേരമാണ് അപ്പൂസിൻ്റെ എൻട്രി. അപ്പൂസ് വന്ന പാടെ തന്നെ മണിക്കുട്ടീൻ്റെ പ്ലേറ്റ് അങ്ങോട്ട് കയ്യേറി ദേഷ്യം വന്നിട്ടാണെന്ന് മണിക്കുട്ടിയാണ് പപ്പൂസിനടുത്ത് കലിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അവൾക്ക് ഇട്ടൊരു അടി കൊടുത്തിട്ടോ. പപ്പൂസിന് നല്ല സ്വഭാവമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ മണിക്കുട്ടി വിവരം അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതേപറ്റി ചോദിക്കുമ്പോൾ ബബുലൂട്ടിന് തലമണ്ടക്കും കൊടുത്തു ഒരെണ്ണം. അല്ല, പിന്നെ ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണ് ബാക്കി കൂടെ മണത്താൻ വന്നേക്കണേന്ന് പറഞ്ഞിട്ടാണ് ഈ ബബുലൂട്ടിന് കൊടുത്തു. എന്നാലും നമ്മുടെ പപ്പൂസിന് തുറന്നു ഈ നിസാര ഗഡ്സ് ഒന്നും പോരാട്ടാം. ആള് ചില്ലറക്കാരിയല്ല. നമ്മുടെ ബണ്ണിക്കുട്ടനെ പേടിയാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മുടെ എല്ലാ പൂച്ചകളും പേടിക്കുന്ന ഒരാൾ നമ്മുടെ പപ്പൂസാണ് കേട്ടോ. പപ്പൂസിൻ്റെ അടുത്ത് ഇന്ന് വരെ ആരും വന്നിട്ട് നമ്മുടെ കുഞ്ഞുമണിയാശാൻ പോലും ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്താൽ നിൽക്കുള്ളായിരുന്നു കേട്ടോ. ബബുലൂട്ടിന് വരെ പഞ്ഞിക്കീറുന്ന പപ്പൂസിനെയാണ് ഇതേ മണിക്കുട്ടി ഒരു ഞോണ്ട് വെച്ച് കൊടുത്തതും. പപ്പൂസിന് നല്ല സ്വഭാവമായിരുന്നു, മണിക്കുട്ടി രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാട്ടോ. അപ്പോൾ നമ്മുടെ പപ്പൂസിന് ഇനി നമുക്ക് ഫുഡ് കൊടുക്കണം. ഫുഡല്ല, ഈ പറഞ്ഞ മെഡിസിൻ കൊടുക്കണം. പപ്പൂസാണ് കുറേ നേരം എൻ്റെ പുറകെടുക്കുന്നത്. അല്ല, എനിക്കെന്നും തരാറുള്ള കോട്ട എന്താ തരാത്തേന്നും പറഞ്ഞ് പിടക്കവും പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പപ്പൂസിന് കൊടുക്കാം. അപ്പോൾ അത് ഈ ഒരു മെഡിസിൻ ആട്ടോ ഞാൻ കൊടുക്കുന്നത്. ന്യൂട്രീഷൻ ടാബ്ലറ്റ് ആണ്. ഡെലിവറി കഴിഞ്ഞ് നടക്കുന്ന ക്യാറ്റിനാണ് സാധാരണ കൊടുക്കുന്നത്. എല്ലാ ക്യാറ്റിനും കൊടുക്കാം കേട്ടോ, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ടിന്നെടുത്തപ്പോഴത്തേക്കും നമ്മുടെ അപ്പൂസും മണിക്കുട്ടിയാണ് ചുറ്റും വന്ന് കൂടിക്കണട്ടെ. എന്താ സംഭവം എന്ന് വെച്ചാൽ ക്യാറ്റ് ഫുഡിൻ്റെ ടിന്നെടുക്കുമ്പോൾ കുലുങ്ങുമില്ല. അപ്പോൾ ഈ ഒരു ടിന്നെടുത്തപ്പോഴത്തേക്ക് ക്യാറ്റ് ഫുഡ് അന്ന് ഓർത്ത് തെറ്റിദ്ധരിച്ച് ഓടി വന്നതാണ്. അപ്പോൾ തന്നെ ഒരു ഗുളിക ഞാൻ കയ്യിലേക്ക് എടുത്ത് കാണിച്ചു കൊടുത്താൽ ഇതാണ് സംഭവം, വേറെ ഒന്നും അല്ല പറഞ്ഞ് കാണിച്ചു കൊടുത്താണ് കേട്ടോ. ഗുളികൻ്റെ അപ്പൂസാണെങ്കിൽ വേഗം തന്നെ കടിച്ചെടുത്തുകൊണ്ട് വേട്ടം. ഇപ്പം കാണാൻ നീയൊക്കെ തിന്നണമെന്നുള്ള ഒരു മട്ടയിൽ ഞാൻ നോക്കിയിരിക്കണം. എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് അപ്പൂസാണ് ആ ഒരു മിഠായി തിന്നാൻ ലാഘവത്തോടു കൂടി അതിരുന്ന് കടിച്ച് പറിച്ചു. അല്ല, ഇവന് മാറിപ്പോയതാണ്, ക്യാറ്റ് ഫുഡാന്ന് ഓർത്താണ് കഴിക്കുന്നത്. എനിക്ക് തന്നെ കൺഫ്യൂഷനായി പോയിട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂച്ചിരുന്നിട്ട് ഒരു ടാബ്ലറ്റ് ഇരുന്ന് കഴിക്കുന്ന കാണണം കേട്ടോ. നമ്മുടെ ബബുലൂട്ടൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കണ വരെ പണിയാണ്. ഇട്ട് കൊടുത്താൽ വിഴുങ്ങിക്കോളൂ കേട്ടോ. ബാക്കിയുള്ളവന്മാരാണെങ്കിൽ മെഡിസിൻ വായിലേക്ക് ഇട്ട് കൊടുക്കുകയും വേണം, കൂച്ചി പിടിച്ച് വെക്കണം കേട്ടോ. അനങ്ങാതെ തുപ്പിക്കളയാതെയൊക്കെ കുറേ നേരം ട്രൈ ചെയ്യണം. ഇതൊരു പണിയില്ല കേട്ടോ. എന്ത് രസമുള്ള കഴിക്കണമാണ്, മിഠായി ഇണോലെ തിന്നുന്നതും. അല്ല, അവന് മാത്രമേ കൊടുത്തുള്ളൂ, എനിക്കെന്താ ഇല്ല എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി വന്നേക്കാണ് കേട്ടോ. മണിക്കുട്ടിയൊക്കെ തിന്നണ ആരും എനിക്കറിയത്തില്ല. ഇവിടെ ആരും അങ്ങനെ ഇല്ല കേട്ടോ. അപ്പൂസ് എന്തായാലും ഞെട്ടിച്ച് കളഞ്ഞു.
ഇവിടെ പപ്പൂസാ നോക്കിയൊക്കെ കണ്ടുപടിയേടി ഓരോരോ പിള്ളേരൊക്കെ ഇരുന്ന് കഴിക്കണം കണ്ടില്ലേ. അവിടെ ബബുലൂട്ടനാണെങ്കിലും മൊത്തം മണപ്പിച്ചടയ്ക്കാണ്ട് അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ അവനാണെങ്കിൽ ഹീറ്റായിരിക്കും തോന്നിട്ട് ഹീറ്റ് ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചില നേരം ഇവർ ഭയങ്കരമായിട്ട് ഇതേപോലെ ഫീമെയിൽ ക്യാൻ അന്വേഷിച്ച് എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ഹീറ്റായിരിക്കുന്നതാണ് പറയണത്. ഇവിടെ അപ്പൂസാണ് ഒരു കഷ്ണം ബാക്കിയായിട്ടാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടാബ്ലറ്റിന് വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഇപ്പം തന്ന പോലെ തന്നെ ഒരെണ്ണം കൂടി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വന്നേക്കാണ് കേട്ടോ. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് തിളക്കം മൂലം ദിലീപ് നമ്മുടെ സെലിംകുമാറിൻ്റെ അടുത്ത് വന്ന് ചോദിക്കണുണ്ടല്ലേ, ഒരെണ്ണം കൂടി തരുമോ, എനിക്കൊന്നും ആയില്ല എന്ന് പറയൂലേ. ആ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്. സംഭവം അപ്പൂസ് പൊളിയാണ് കേട്ടോ. അപ്പോൾ അപ്പോസിന് ഇനി ടാബ്ലറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇത് ഒരെണ്ണം തന്നെ കൊടുക്കാമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവൻ കടിച്ച് തിന്നണണ്ടാണ്. പിന്നെ കുറച്ച് പീസ് ബാക്കിയായാലും അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും വേസ്റ്റ് ആയി കളയണ്ട, മണിക്കുട്ടിക്ക് കൊടുക്കാമെന്ന് ഓർത്തും. മണിക്കുട്ടീൻ്റെ വായിലേക്ക് ഇടാൻ നോക്കിയിട്ടാണ് അവളാണെങ്കിൽ എന്നെ മാന്തി പറിച്ച് എന്തേത് സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ. അവൾ തുപ്പിക്കളഞ്ഞട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് അവളെ പറ്റിക്കാൻ ഇനി ഒരു മാർഗ്ഗമുണ്ട്, അത് ഇനി എന്തായാലും ഇടിച്ച് പൊടിക്കാൻ പറ്റില്ല, കുതിർത്തി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് ഗ്രേവി അതിൻ്റെ അകത്ത് മിക്സാക്കി പറ്റിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഗ്രേവിയുടെ പാക്കറ്റ് ഞാൻ അവിടെ എടുത്തില്ല. അവിടെ നക്കിക്കൊണ്ടിരുന്ന ബബ്ലൂട്ടൻ്റെ മൂക്കിൻ്റെ സെൻസറൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, അല്ല ഗ്രേവിയല്ലേ ഇരിക്കുന്നത്, എനിക്ക് കൂടി കുറച്ച് തരുമെന്നും പറഞ്ഞ് ചോദിച്ച് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം കുഞ്ഞിത് തരാൻ പറ്റില്ല, ഇനി കുറച്ചുള്ളൂ, ബാക്കിയുള്ളവന്മാർക്കും കൊടുക്കണ്ടേ, പിന്നെ വാങ്ങിക്കുമ്പോൾ തരാട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബബ്ലൂട്ടൻ ഞാനൊന്ന് സമാധാനിപ്പിച്ച് നിർത്താൻ നോക്കിയെങ്കിലും മണിക്കുട്ടിയുടെ ഇന്ന് തട്ടിപ്പറിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച സംഭവം ഏറ്റിട്ടുണ്ട്. മണിക്കുട്ടി ആ ഒരു മെഡിസിൻ ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ട്. ഗ്രേവി ആണെന്നും പറഞ്ഞിട്ട് അവളും കഴിച്ചിട്ടുണ്ട്. സംഭവം ഏറ്റിട്ടുണ്ട്. ഇവിടെ ബബ്ലൂട്ടൻ എനിക്കും ഒരു പീസ് തരുമെന്നും പറഞ്ഞിട്ടാണ് ഈ പുറകെ കൂടിയേക്കാണ് കേട്ടോ. ഇങ്ങനത്തെ കൊതിയന്മാരട്ടാം. ബബ്ലൂട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പണ്ടിൽ ആവശ്യമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പം അങ്ങനെ ഇരുന്ന് കഴിക്കാൻ കിട്ടുന്നില്ലല്ലോ, അതാണ്. അപ്പോൾ പാവം ബബ്ലൂട്ടന് ഇനി എന്തായാലും അടുത്ത തവണ ഗ്രേവി വാങ്ങിക്കുമ്പോൾ ബബ്ലൂട്ടനും പപ്പൂസിനും മിയോക്കും മാത്രമായിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇവന്മാർക്ക് കൊടുത്തുമ്പോൾ അവന്മാർക്ക് ഇച്ചിരി കിട്ടുള്ളൂ. അവന്മാർക്ക് കൊടുക്കില്ല എന്നല്ല, പക്ഷേ ഇവന്മാരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും വലുതായതാണല്ലോ. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ അടുത്ത ആൾക്കാർക്ക് കൊടുക്കാതെ നമ്മുടെ പപ്പൂസിന് കൊടുക്കണം. കുറേ നേരം എൻ്റെ പുറകെ കിടക്കുന്നതും അവിടെ ബബ്ലൂട്ടനും മണിക്കുട്ടിയാണെങ്കിൽ ഗ്രേവി എന്നെ മണപ്പിച്ചടയ്ക്കാണ് കേട്ടോ. ഇവിടെ ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്, പാത്രം കഴുകിയതാണ് കേട്ടോ. ഇവന്മാരൊക്കെ കഴിച്ചതാണെന്നല്ല, ഞാനൊന്നുകൂടെ കഴുകിയതാണ്. അവിടെ ഞാൻ ശവനാറിയുടെ വിത്ത് കൊണ്ടെന്ന് വെച്ചാൽ ശവനാറി ഉഷാമലർ നിത്യകല്യാണി എന്നൊക്കെ പറയും കേട്ടോ, അതിൻ്റെ വിത്താണ്. അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പോൾ മെഡിസിൻ ഇടിച്ച് പൊടിക്കുകയാണ്. നല്ല കട്ടിയുള്ള മെഡിസിനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല, ഇങ്ങനത്തെ മെഡിസിനൊക്കെ ഉള്ള കാര്യമൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ സെബ കൊണ്ടുവന്ന് തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഡെലിവറി ചെയ്യുമ്പോൾ കൊടുക്കണമെന്നും. ഞാനാണെങ്കിൽ നമ്മുടെ പെറ്റ് ഷോപ്പിൽ പോയി ചോദിച്ചു ഡെലിവറി കഴിഞ്ഞിടക്കാൻ ക്യാറ്റിന് ഏതാ നല്ലതെന്ന് വെച്ചപ്പോൾ എനിക്ക് കാൽസ്യം സിറപ്പാണ് കേട്ടോ തന്നതും. ഇതേപോലെ ടാബ്ലറ്റ് ഒന്നും തന്നില്ലായിരുന്നു, ഇത് ഡോക്ടർ കൊടുത്താണ് സെബക്ക്. എന്തായാലും സംഭവം കുഴപ്പമില്ല, പപ്പൂസ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളാണ് 4 പിള്ളേർക്ക് ഫീഡ് ചെയ്യണമല്ലോ. അവളാണെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ ഉള്ള കണ്ട് എല്ലാ ആഹാരവും കഴിക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണിയുടെ ഒക്കെ മണം അടിച്ചാൽ പിന്നെ പപ്പൂസ് ആണെങ്കിൽ കള്ളിയും കാട്ട് നീലി അവിടെ എന്താണ് ഭയങ്കര കുതിച്ചാണ്. ബിരിയാണി നെയ്റോസ്റ്റൊക്കെ കണ്ടതിനെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം വേഗം തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പപ്പൂസാണെങ്കിൽ ഒട്ടും തന്നെ ബാക്കിയാക്കത്തില്ല കേട്ടോ, ഇത് ഫുള്ളും കഴിച്ചോളൂ കേട്ടോ. ആ മെഡിസിൻ മാത്രമായിട്ട് കൊടുത്തു നോക്കിയും അവൾ ഈ ഒരു പരിസരത്ത് ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു ഗ്രേവി ഉള്ളതിൻ്റെ പേരിൽ മാത്രമാണ് അവൾ കഴിക്കുന്നതും. അപ്പോൾ അവളെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കുന്നതിനെക്കാട്ടി ഈസി ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ഗ്രേവി കൊടുക്കാൻ ഉണ്ടാവില്ല, എല്ലാവർക്കും കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പൂസിന് മാത്രം ഒരു ഗ്രേവി മാറ്റി വെച്ചേക്കും കേട്ടോ. ആ ഒരു ഗ്രേവി കുറേശ്ശായിട്ടാണ് കൊടുക്കുന്നത്, മെഡിസിൻ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതും. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പിള്ളേർക്കുള്ള ഒരു പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 പേർക്കാണ്, 5 പേർക്ക് കേട്ടോ, 5 പേർക്ക് നമ്മുടെ ബണ്ണിക്കുട്ടന്, റുബിക്കുട്ടി, സ്കൂബിക്കുട്ടി, ടെഡിക്കുട്ടന്, പിന്നെ നമ്മുടെ മിയോമോളുടെ ഡെലിവറി കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നില്ല എനിക്ക് തോന്നുന്നത്, വെള്ളി ശനി ആ ഒരു ദിവസങ്ങളിലാണ് ഞാൻ കൊടുത്തതും. ഡെലിവറി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഇടിച്ച് പൊടിച്ചെടുത്തും. ഇപ്പം ഇത്തവണ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആ ഒരു ഒരകല്ലെടുത്തില്ല കേട്ടോ, എനിക്ക് പേടിയായിപ്പോയി. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ അത് പൊട്ടിപ്പോയാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പുട്ടുത്തണ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം വച്ചിട്ട് ഞാൻ ഞെരിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മെഡിസിനൊക്കെ പൊടിച്ച് സെറ്റാക്കി ഗ്രേവി മിക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പാളി എന്ന് മനസ്സിലായത്. സംഭവം എന്താ വെച്ചാൽ ഗ്രേവി തികയത്തില്ല, 3 എണ്ണത്തിനുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് 5 എണ്ണത്തിലേക്ക് ആക്കണോട്ടെ, എന്താവോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഗ്രേവി ഇട്ട് കൊടുക്കുന്നത്. മെഡിസിൻ ആണെങ്കിൽ പൊടിച്ചും വെച്ച് പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, മെഡിസിൻ വെറുതെ ആയി പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള ഗ്രേവി ഞാനാണെങ്കിൽ മിക്സാക്കി കൊടുത്തു. പിന്നെ ഇക്കാക്കയാണ് ഇപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് തരുന്നത്. എനിക്കാണെങ്കിൽ ക്യാഷ് കിട്ടിയിട്ടില്ല, 2-3 മാസമായി കിട്ടിയിട്ട്. അപ്പോൾ അത് കാരണം ഇക്കാക്ക വാങ്ങിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ ആ മെഡിസിൻ അവിടെ നിന്നിട്ട് വേസ്റ്റായി പോകട്ടോ. മെഡിസിൻ മാത്രമായിട്ട്
സുഖമായിട്ടാണ് ഇരിക്കണമെങ്കിൽ അപ്പൂസിൻ്റെ വായിലേക്ക് കിടക്കെങ്കിലും ഇട്ട് കൊടുക്കാമായിരുന്നു കേട്ടോ. അപ്പൂസാണെങ്കിൽ അതൊന്നും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. പക്ഷെ പൊടിച്ച് വെച്ചേക്കണ ആരും തന്നെ വേസ്റ്റ് ആയി പോകുന്ന ഓർത്ത് പേടിയായി. എന്തായാലും ഉള്ളത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നോക്കുക. തിന്നാത്തവർ എണ്ണാക്കിലേക്ക് തട്ടി കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഗ്രേവി മിക്സ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കണക്ക് ഞാൻ ഇവിടെ ഗ്രേവി കാര്യങ്ങൾ സെറ്റാക്കുമ്പോൾ ഇവിടെ അപ്പൂസാണെങ്കിൽ വലിയ വായിലേക്ക് ഇടുന്ന കറിയാനായിട്ട് ഒരു പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് എടുത്തോ. ഞാനിവിടെ പട്ടിണി പാവുകയാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് കരച്ചിലും ബഹളമായിരുന്നു കേട്ടോ. മണിക്കൂട്ടിയാണെങ്കിൽ അവൻ്റെ കരച്ചിലായിട്ട് വന്നേക്കാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഈ പറഞ്ഞോണം ടേസ്റ്റുള്ള സംഭവങ്ങളൊക്കെ കണ്ടതിനാൽ വലിയ വായിൽ കിടന്നാട്ട കരയുന്നതും കരച്ചിലേക്ക് നല്ല രസമാണ്. മണിക്കൂട്ടിയുടെ ആണെങ്കിൽ കരച്ചിൽ അങ്ങനെ വരില്ല കേട്ടോ, കുഞ്ഞ് ശബ്ദമാണ്. അപ്പോൾ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാം കേട്ടോ. തിന്നൂന്ന് കണ്ടറിയണം കേട്ടോ. എല്ലാം ഉണങ്ങിയിരിക്കുന്ന മെഡിസിന് പൗഡർ രൂപത്തിലാളിരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേവിക്കകത്താണ് ലിക്വിഡ് കുറവായിരുന്നു. നമ്മുടെ വിസ്കാസിനാണെങ്കിൽ ലിക്വിഡ് കൂടുതലായിരിക്കുള്ളൂ കേട്ടോ. അതായിരുന്നെങ്കിൽ സംഭവം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്താണ് വേഗം ഡ്രൈ ആയിപ്പോയി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബണ്ണിക്കുട്ടന് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. ബണ്ണിക്കുട്ടന് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. ബണ്ണിക്കുട്ടൻ ഇതുവരെ ആയിട്ടും കഴിച്ചിട്ടില്ല. നമ്മുടെ ഡിവോമിക് മെഡിസിൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ഈ ഒരു സംഭവം കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബണ്ണിക്കുട്ടൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പൂസിൻ്റെ എൻട്രിയും. നൈസായിട്ട് കയറി അവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ കരുതി വന്നേക്കാണ്. നമ്മുടെ ബബുലൂട്ടൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി, അതേപോലെ തന്നെ ബണ്ണിക്കുട്ടൻ്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റാമെന്ന് ഓർത്ത് വന്നേക്കാണ് കേട്ടോ. അടിച്ചു മാറ്റണ കാര്യത്തിൽ നമ്മുടെ നാടന്മാർ കഴിഞ്ഞിട്ട് ബാക്കി ആരും ഉള്ളൂ കേട്ടോ. എനിക്ക് അറിയില്ല, പേർഷ്യൻ ഇങ്ങനെ അടി വീണ് കഴിക്കാറില്ല. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പൂച്ചകൾ ഇങ്ങനെ അടി വീണ് കഴിക്കുന്ന അതുങ്ങൾ ഞാൻ പട്ടിണിക്ക് ഇട്ടിട്ടാണ് തിന്നാൻ കൊടുക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ്. എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടെ ബാക്കിയുള്ളവരൊന്നും ഇങ്ങനെ കാണിക്കാറില്ല. നാടൻ പൂച്ചകൾ മാത്രം ഇങ്ങനെ തല്ലുകൂടി കഴിക്കണ കാണാറുള്ളൂ. അതവരുടെ നേച്ചറാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നതും. കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ ക്യാറ്റ് ഫുഡൊന്നും ഇവന്മാർക്ക് ഡെയിലി 3 നേരം വെച്ച് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അല്ലാത്ത തന്നെ ഒരു കണക്കിനെ മാനേജ് ചെയ്യുന്നതും. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതുണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് കൊണ്ടേ കൊടുക്കാട്ടോ. അവിടെ ബബുലൂട്ടനും പപ്പൂസൊക്കെ വാതക്കത നോക്കിയേക്കണ്ടായിരുന്നു. അവന്മാർക്കും കൊതി മാറിയിട്ടില്ല. പപ്പൂസിനാണ് ഞാൻ ഡെയിലി കൊടുക്കുന്നതാണ്. പക്ഷെ ബബുലൂട്ടന് എനിക്ക് അവൻ്റെ മുഖം കണ്ടപ്പോൾ സങ്കടമായിട്ടോ. അവനാണെങ്കിൽ അങ്ങനെയൊന്നും ഫുഡൊന്നും കഴിക്കത്തില്ല. ഒരു പ്രത്യേക നേച്ചറാണ്, ഒരു കുഞ്ഞി പാവത്താനാണ്, സാധുവാണ് കേട്ടോ. അപ്പോൾ അവൻ എന്തായാലും ഇനി ക്യാഷ് കിട്ടുമ്പോൾ 1-2 പാക്കറ്റ് വാങ്ങിച്ച് അവൻ്റെ കൊതി മാറ്റി കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നില്ല എന്നല്ല, അവന് അങ്ങനെ ഒന്നും കഴിക്കത്തില്ല. ഇവർക്കെന്നൊക്കെ പറഞ്ഞാൽ എന്ത് കൊടുത്താലും കഴിച്ചോളും. പിന്നെ നമ്മുടെ നാടൻ കുട്ടന്മാരാണെങ്കിലും അവന്മാർ മോശമൊന്നുമില്ല. ഇവന്മാർ കഴിക്കുന്നതിനെക്കാട്ടി ഡബിൾ ഫുഡ് കാര്യങ്ങളൊക്കെ അടിക്കുന്നതാണ് കേട്ടോ. ബബുലൂട്ടൻ പക്ഷെ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. അവൻ ഇച്ചിരി മാത്രമേ ക്യാറ്റ് ഫുഡ് ആയാലും കഴിക്കത്തുള്ളൂ. നമ്മൾ മീനൊക്കെ കൊടുത്താലും അതെ, അങ്ങനെയൊന്നും കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും കൂട്ടിൽ കാത്തിരിക്കുകയാണ്. മിയോക്കുട്ടി ഉണ്ട് കേട്ടോ കൂട്ടിനും. അപ്പോൾ നമ്മുടെ മിയോക്കുട്ടി താഴെ ഇരുന്നിട്ട് ഒരു ദിവസം ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മിയോക്കുട്ടിയുടെ ഡെലിവറിക്ക് 2-3 ദിവസം മുന്നാന്ന് തോന്നുന്നു ഒളിച്ചോടിപ്പോയത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മിയോക്കുട്ടീനെ ഇവരുടെ ഒപ്പം കൂടിൻ്റെ അകത്താണ് ഇട്ടത്. അപ്പോൾ മിയോക്കുട്ടിക്കും ടെഡിക്കുട്ടിനും സ്കൂബിക്കുട്ടിക്കും വച്ചുകൊടുത്ത് റൂബിക്കുട്ടിയാണ് ഈ പേടിച്ച് മാറിയിരിക്കുകയാണ് കേട്ടോ. അത് അങ്ങനത്തെ ഒരു സാധനം ഇത്രയും നാളായിട്ട് ഒരു ഇണക്കം പോലും ഇല്ല കേട്ടോ. ഇന്നലെ കയറി വന്ന മിയോക്കുട്ടിക്ക് എന്ത് സ്നേഹമാണെന്നറിയാമോ. ഈ റൂബിക്കുട്ടിക്കാണെങ്കിൽ ഒരു സ്നേഹവും ഇല്ല, എപ്പോഴും മാറിപ്പോയിരിക്കലാണ് പരിപാടിയും. അവൾക്കും വച്ചു കൊടുത്തും. ഇവിടെ നമ്മുടെ ടെഡിക്കുട്ടനാണ് ഈ സ്കൂബിക്കുട്ടിയുടെ പാത്രം വന്നൊക്കെയായിട്ട് അവൻ്റെ പാത്രത്തിൽ അവിടെ ബാക്കിയുണ്ട്. അത് നക്കാതെ വന്നിട്ടാണെങ്കിൽ നമ്മുടെ സ്കൂബിക്കുട്ടിയുടെ പാത്രം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അവിടെ അപ്പൂസും മണിക്കുട്ടിയാണെങ്കിൽ വന്ന് നോക്കിക്കേണ്ട പാവോട്ടം. എനിക്ക് കണ്ടപ്പോൾ പ്രാക്കും തോന്നി. കാരണം ആ ഗ്രേവിയുടെ മണം അടിച്ചിട്ടാണ് വരുന്നതും. ഗ്രേവി ആണെങ്കിൽ തികഞ്ഞില്ലല്ലോ. ഞാൻ അവസാനം വെള്ളമൊക്കെ ചേർത്ത് കലക്കിയാണ് ഇത് സെറ്റാക്കിയ കേട്ടോ. അപ്പോൾ എനിക്ക് അവന്മാർ വന്നിരിക്കുന്നുണ്ട് സങ്കടവുമായി. എന്തായാലും അടുത്ത പ്രാവശ്യം എന്തായാലും വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ ക്യാഷ് കിട്ടുമ്പോഴത്തേക്കും ഈ പറഞ്ഞ വാങ്ങിച്ചു കൊടുക്കണം. അവന്മാരെയും കൊതി മാറ്റണം, ബബുലൂട്ടൻ്റെയും കൊതി മാറ്റണം, എല്ലാവരെയും കൊതി മാറ്റണം. ഇവിടെ ടെഡിക്കുട്ടനാണ് ഈ സ്കൂബിക്കുട്ടിയുടെ ഇന്ന് തട്ടിപ്പറിച്ചതും അവൻ്റെ നിന്ന് എടുത്തതും ബാക്കിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിയുണ്ടായ മിയോക്കുട്ടിക്ക് വെച്ച് കൊടുത്താണ്. അവൾക്ക് ഇഷ്ടമായിട്ട് അവൾ ഫുള്ളും കഴിച്ചിട്ടാം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ കടിച്ച് തന്നെയാണ്. കടിയൊക്കെ ചില നേരം മുറുകുന്നുണ്ടായിരുന്നു. ആ ഒരു ഫുഡാന്നും പറഞ്ഞ് എൻ്റെ കൈക്കിട്ടാൽ നല്ല കടി വെച്ച് തന്നുകൊണ്ടിരുന്നതും. ടെഡിക്കുട്ടനും സ്കൂബിക്കുട്ടിയും ആണെങ്കിൽ അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അടുക്ക് ടെഡിക്കുട്ടനും മിയോക്കുട്ടിയുടെ അടുത്ത് ചെന്നിട്ടാണെങ്കിൽ മിയോക്കുട്ടിയുടെ ഒന്നും ഒരു കീറും കിട്ടിയായിരുന്നു കേട്ടോ. അതവന് വേണം. എല്ലാത്തിലും പോയി തലയേറിൽ ഇച്ചിരി കൂടുതലാണ്. ഇവിടെ നമ്മുടെ സ്കൂബിക്കുട്ടി വന്ന് നിൽക്കുന്നുണ്ട്, റൂബിക്കുട്ടി വന്ന് നിൽക്കുന്നുണ്ട്. റൂബിക്കുട്ടിയാണെങ്കിൽ അവൾക്ക് കൊടുത്ത ഫുഡ് കഴിക്കാതെ വായി നോക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. വായി നോക്കി റൂബിക്കുട്ടിയാണ് കേട്ടോ ഇതും. അപ്പോൾ നമ്മുടെ റൂബിക്കുട്ടിക്ക് നമുക്ക് ഫുഡ് കൊടുക്കണം. അവളാണെങ്കിൽ ഒരു തരത്തിലും വന്നില്ല കേട്ടോ. അവൾക്കാണെങ്കിൽ ആ ഒരു ഗ്രേവിൻ്റെ മണത്തെക്കാട്ടി കൂടുതൽ കിട്ടിയത് ആ ഒരു മെഡിസിൻ്റെ മണമെന്ന് തോന്നട്ടോ. അവളാണെങ്കിൽ അടുക്കുന്നില്ല എന്ന് കണ്ടോട് കൂടിയിട്ട് അവളെ ഞാൻ പിടിച്ച് നിർത്തി വായിലേക്ക് ഒരു കുഞ്ഞ് പീസ് വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. ടേസ്റ്റ് കിട്ടിയോടുകൂടി കൊച്ചിന് കാര്യം മനസ്സിലായ കേട്ടോ. വലിയ സീനൊന്നുമില്ല, ടേസ്റ്റ് ഉള്ളതെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അവളാണെങ്കിൽ പിന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടോ. അല്ലെങ്കിലും ചിലരങ്ങനെയാണ് കേട്ടോ. ആദ്യം കണ്ടാൽ കഴിക്കാനൊക്കെ തോന്നുന്നില്ലെങ്കിലും പിന്നീട് കഴിച്ചു തുടങ്ങി പിന്നെ ഒരു അന്തവും കൊന്നുണ്ടാവില്ല കേട്ടോ. ഞാൻ പണ്ട് ചോക്ലേറ്റ് കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. പല്ലയിലോട്ടൊന്നും ഒരു സാധനം ഞാൻ കഴിക്കത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക്
പാൽപ്പുല്ലിയുടെ ആ ഒരു കല്ലമിഠായി ഉണ്ടല്ലോ അത് മാത്രമേ കഴിക്കത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഞങ്ങളുടെ കൂടെ കൂടി ചോക്ലേറ്റ് തിന്നാൻ തുടങ്ങിയ പിന്നെ ഞാൻ നന്നായിട്ട് കഴിക്കട്ടെ. അതേപോലെ തന്നെയാണ് നമ്മൾ റൂബിക്കോച്ച് ആദ്യം കഴിക്കാത്ത ഗമ്മിക്ക് കാണിച്ചെങ്കിൽ പിന്നെ കഴിച്ചു തുടങ്ങി കേട്ടോ. ഇവിടെ മിയക്കുട്ടിയാണെങ്കിൽ ക്ലീനിങ്ങിലാണ്, എന്തോ കാര്യമായിട്ട് കഴിച്ച ഒരു ഫീലാണ് മിയക്കുട്ടിക്കും. നമ്മുടെ സ്കൂബി കുട്ടിയാണെങ്കിൽ അവിടെ പോയി മാറിപ്പോയിരിക്കുകയാണ്. ടെഡിക്കുട്ടനാണെങ്കിൽ പുറകടക്കുകയാണ് കേട്ടോ. അവന് കൊടുത്തത് ഫുള്ളായിട്ട് തിന്നാതെ എല്ലാവരുടെ പ്ലേറ്റിൽ പോയി തലയിട്ട് നടന്ന് അവസാനം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ച് കൊടുത്താണ്ട് കൈയിൻ്റെ അകത്താണ് ഞാൻ ഈ മിക്സാക്കി കൊടുക്കുന്നതും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇടയ്ക്ക് പിടിച്ച് എന്നെ കടിക്കുന്നുണ്ട്. ഇവന്മാർക്കൊന്നും അറിയത്തില്ല എൻ്റെ കൈ ഏതാ ഈ പറഞ്ഞ ഫുഡ് ഏതാന്ന് അറിയത്തില്ല എന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ ഓരോ തവണ കടിക്കുമ്പോൾ ഞാൻ ഓരോ കുഞ്ഞെ കരച്ചിൽ അറിയുമ്പോഴത്തേക്ക് വേഗം തന്നെ സ്ലോ ആക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവന്മാർക്ക് ഇതേപോലെ കയ്യിലൊക്കെ ഫുഡ് വെച്ച് കൊടുക്കാം. പക്ഷേ ഇവന്മാരെ കടി മാത്രം സഹിക്കാൻ പറ്റത്തില്ല. മിയക്കുട്ടി കടിച്ചതിൻ്റെ അത്രയും ടെഡിക്കുട്ടൻ കടിച്ചില്ല. ടെഡിക്കുട്ടന് കുറച്ചും കൂടി എന്താ പറയുക കാര്യഗൗരവമൊക്കെ ഉണ്ടായിരുന്നു തോന്നട്ടോ. അവിടെ മണിക്കുട്ടിയാണെങ്കിൽ എങ്ങനെ മെഷീൻ്റെ ഇടയിൽ കൂടെ അകത്തേക്ക് കയറാമെന്നുള്ള റിസർച്ചിലാന്ന് തോന്നട്ടോ. ഇവിടെ നമ്മുടെ റൂബിക്കുട്ടിയാണെങ്കിൽ ഇച്ചിരി ബാക്കിയാക്കിയിട്ട് ഞാൻ അതെടുത്ത് അവളെ വായിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തപ്പോഴത്തേക്കും അവളാണെങ്കിൽ നൈസായിട്ട് മുകളിലേക്ക് കയറി എസ്കേപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവൾക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അവൾ അവിടെ കയറി ഇരിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് അത് മിയമോക്ക് തന്നെ കൊടുക്കാമെന്ന് ഓർത്ത് മിയമോക്ക് എടുത്തുകൊണ്ടെന്ന് കൊടുത്തിട്ടോ. അവൾ നല്ല കുട്ടിയായിട്ട് അവളത് കഴിച്ച്. മിയക്കുട്ടിയാണ് ഒരു ടാബ്ലറ്റ് എന്തായാലും ഫുള്ളായിട്ട് കഴിച്ചിട്ടുള്ളൂ, ബാക്കി ആരും അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. മിയക്കുട്ടി ആ ഒരു സമയത്ത് ഞാൻ ഓർത്ത് മിസ്കാരിങ് ആയിട്ടുണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ മിയക്കുട്ടി വിചാരിച്ച പോലെ ഒന്നല്ലായിരുന്നു. ഒരു കുഞ്ഞുള്ളെങ്കിലും ഒരു കുഞ്ഞിൻ്റെ അമ്മയായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായി മിയക്കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഉള്ളായിരുന്നതിന് ബാക്കി കുട്ടികൾ വയറ്റിൻ്റെ അകത്തുണ്ടോയെന്നും. മിയക്കുട്ടി ഡെലിവറി കഴിഞ്ഞിടയ്ക്കാണ്. ഡെലിവറി കഴിഞ്ഞാൽ ക്യാറ്റ് ഒരിക്കലും പുറത്തേക്ക് വരത്തില്ല കേട്ടോ. അവരാണെങ്കിൽ അഗ്രസീവ് ആവും. അവരെ കുഞ്ഞിനെ വിട്ട് അവർ പുറത്തേക്ക് പോകത്തില്ല. കുഞ്ഞുങ്ങളെ പുറത്തേക്ക് എടുക്കാൻ അവർ സമ്മതിക്കുകയില്ല കേട്ടോ. അവളാണ് ആക്റ്റീവാണ്. അവൾ ഈ വീടിന് ചുറ്റും കിടന്ന് ഓടി കളിക്കാണ്ട്. ഞാൻ പുറത്ത് മുറ്റടിക്കാൻ പോകുമ്പോഴൊക്കെ എൻ്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ പുറകിൽ നിന്ന് മാറിയില്ല. പപ്പൂസായിരുന്നു ഇത്രയും നാൾ എൻ്റെ പുറകെ കൂടിക്കൊണ്ട് നടന്ന കേട്ടോ. ഇപ്പം മിയക്കുട്ടിയാണെങ്കിൽ എൻ്റെ പുറകെ നിന്ന് മാറാതെ നടക്കുകയാണ് കേട്ടോ. അവൾക്ക് യാതൊരു കുഴപ്പമില്ല, അവൾ ഹെൽത്തിയാണ്. എൻ്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒരു പൂച്ചക്ക് ഒറ്റ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പൂച്ചക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒറ്റ കുട്ടികളെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവളെ ഹെൽത്തിയാണ്, ഓടി നടക്കുന്നുണ്ട്, ക്ഷീണോ തളർച്ചയോ ഒന്നുമില്ല. ഈ ഒരു പരുവത്തിൽ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ല, പിന്നെ കുഞ്ഞിനെയും ആയിട്ട് പോകാനും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഡോക്ടറെ അടുത്ത് പോയി കാര്യം പറയണം. പക്ഷെ അവൾക്ക് വല്ല തളർച്ച ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നും. ഇവൾ ഓക്കെയാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല, ഓടിച്ചാടി ഹാപ്പി ആയിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇവിടെ റൂബിക്കുട്ടിയുടെ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. മച്ചാത്തയാണെങ്കിൽ നല്ല ക്ലീനിങ്ങിലാണ്. ഇവിടെ നമ്മുടെ സ്കൂബിക്കുട്ടിയാണെങ്കിൽ നഖമൊക്കെ അങ്ങോട്ട് മൂർച്ച വെക്കുകയാണ്. എവിടെയോ വേട്ടക്ക് പോകാനാണെന്നുള്ളൊരു വിചാരം തോന്നുന്നു. പൂച്ചകളുടെ സ്വഭാവം ഇതാണല്ലോ, സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എന്താ പറയുക കലയാണല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ട് അവൾ സ്ക്രാച്ചിൽ നടന്നുകൊണ്ടിരിക്കണം. ഇവിടെ ടെഡിക്കുട്ടനും കുളിക്കാനാണോ ഉറങ്ങാനാണോ എന്തൊക്കെയോ മുഖഭാവം കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. കണ്ണ് കണ്ടിട്ട് ഉറങ്ങാൻ പോണ പോലെയുണ്ട്, ആക്ഷൻ കണ്ടിട്ട് കുളിക്കണ പോലെയുണ്ട് കേട്ടോ. അവിടെ അപ്പൂസാണെങ്കിൽ പുറത്ത് തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അവനെ കാണുമ്പോൾ തന്നെ സങ്കടം വരണം. എന്തായാലും ഇപ്പോൾ ഗ്രേവി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അടുത്ത തവണ ഒക്കെ സെറ്റാക്കാടാ പൊന്നേന്നും പറഞ്ഞ് ഇരിക്കണം കേട്ടോ. നാടൻ പൂച്ചകളായ കാരണം തന്നെ തെരുവിൽ അലയാൻ വിടാതെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം കൊടുത്ത് നിർത്താലോ എന്ന് കരുതി നിർത്തിയേക്കണം കേട്ടോ. അല്ലാതെ എനിക്ക് പേർഷ്യൻ ക്യാറ്റ് നോക്കുന്ന പോലെ തന്നെ എക്സ്പെൻസ് ആയിട്ട് നോക്കാനുള്ള ഭാഗ്യമില്ല. അപ്പോൾ അവർക്ക് ഒരു അഭയം കൊടുക്കണമെന്നുണ്ടായിരുന്നു, അത് ഞാൻ കൊടുക്കുന്നുണ്ട്. 3 നേരം നന്നായിട്ട് തന്നെ ആഹാരവും കൊടുക്കുന്നുണ്ട്, കിടക്കാനൊരു കിടപ്പാടവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ ലക്ഷറി ആയിട്ട് നോക്കാനായിട്ടാണ് ഇവർ രണ്ടുപേരും മാത്രമാണ് കുഴപ്പമില്ല. ഇത്രയും പേരുടെ ഇടയിൽ അവരെയും കൂടി മാനേജ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് എല്ലാവർക്കും ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാത്രം ഞാൻ കയ്യോടെ തന്നെ എടുത്തുകൊണ്ട് പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടിന്നുകളുടെ മൂടിയാണ് കേട്ടോ. ഇവന്മാർക്ക് എല്ലാവർക്കും കൂടിയുള്ള പാത്രമുള്ള, പിന്നെ അവന്മാരുടെ ക്യാറ്റ് ഫുഡിൻ്റെ പാത്രമൊക്കെ പിറക്കാൻ നടക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പാത്രത്തിലാണ് ഞാനും ഇത് കൊടുത്തത്. അപ്പോൾ ആ മൂടിയ കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ട് കഴുകി വെക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും കൂട്ടിൽ നിന്നും അതൊക്കെ കളക്ട് ചെയ്ത് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു പൂച്ചക്കുട്ടന്മാരുടെ മരുന്ന് തീറ്റ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഒരു കമൻറ്റ് വന്നിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അങ്ങനത്തെ കമൻറ്റ് കാണുന്നത് തന്നെ ഉണ്ടല്ലോ വല്ലാത്ത ഇറിറ്റേഷനാണ്. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ തുമ്പിക്കുട്ടീനെയും കുഞ്ഞുമണിയും തന്നെ കമ്പയർ ആയിട്ടാണ് വന്നേക്കുന്നതും. ഞാൻ തുമ്പിക്കുട്ടിക്ക് കൊടുക്കുന്ന പരിഗണന കൊടുക്കുന്നില്ല, വിലയില്ലാത്ത പൂച്ചയെന്നൊക്കെ പറഞ്ഞിട്ടും ഇല്ല, ഞാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണോ പ്രശ്നം? ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുറകെ തന്നെ കൂടിയേക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ ഒരു ക്യാറ്റിനെ കുഞ്ഞുമണീനെ ഇവിടെ കൊണ്ടുവന്നത്
ചെറിയ പ്രായത്തിലാണ്. ആ ഒരു പ്രായത്തിൽ നിന്ന് 1 വയസ്സ് ഏജ് ആവാറായിട്ടുണ്ടായിരുന്നു. അതുവരെ വളർത്തി വലുതാക്കി ആ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയാക്കി കൊടുത്തില്ല. ആ ഒരു പരിഗണനയെങ്കിലും തന്നൂടെ. പിന്നെ മെയിൽ ക്യാറ്റിനെ എല്ലാ കാലവും കൂടെ പിടിച്ച് നിർത്താൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. നിൽക്കുന്ന കാലത്തോളം നിന്നോട്ടെ എന്ന് കരുതിയിട്ട് തന്നെ വളർത്തിയേക്കുന്നതും. എന്തായാലും നല്ല ഫുഡ് കൊടുത്തു, ഡീവോമൊക്കെ ചെയ്തു, നല്ല ഇവിടുത്തെ പേർഷ്യൻ ക്യാറ്റിനെ നോക്കണ പോലെ തന്നെ നോക്കി വളർത്തിയേക്കുന്നതും. പിന്നെ അത് പോയെന്ന് വെച്ചിട്ട് എനിക്കിനി വീട് ചെയ്യാതിരിക്കണം, ഞാനിവിടെ വിഷമിച്ച് ഈ നാട് മൊത്തം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കണം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത് എനിക്കറിയില്ല. അപ്പോൾ ദയവേത് ഇത്തരം കമൻസൊക്കെ ഒഴിവാക്കുക. കുഞ്ഞുമണി മാത്രമല്ലല്ലോ എൻ്റെ ലൈഫ് വരുന്നത്. ഇപ്പോൾ മണിക്കുട്ടിയുണ്ട്, അപ്പൂസുണ്ട്. നാളെ ഇതിൽ കൂടുതൽ നാടൻ ക്യാറ്റിനെ സംരക്ഷിക്കണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ. വെറുതെ നിങ്ങൾ ഇത്തരം കമൻസ് ഇട്ടിട്ട് വെറുതെ എന്തിനാണ് ഇങ്ങനെ കുത്തി നോക്കുന്നത്? നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല. വെറുതെ നമ്മളെ വിഷമിപ്പിക്കാനായിട്ട് ഇതേപോലെയൊക്കെ കമൻറ്റ് ഇടരുത്, ദയവേത് ഇടരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക.